എന്ന് തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 12 ദിവസങ്ങളോളം നടന്ന ആ ഒരു യാത്ര കാസർഗോഡ് മഞ്ചേശ്വരത്ത് തുടങ്ങി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വന്ന് അവസാനിച്ച ആ ഒരു യാത്ര സക്സസ് ആയിരുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നവകേരള യാത്ര വിജയകരമായിരുന്നോ ഇല്ലയോ? തീർച്ചയായിട്ടും 100% വിജയകരമായിരുന്നത്. ഓക്കെ. കാരണം അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പെങ്ങളുമായിട്ട് ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ വന്നതാണ്. അവിടെ പിണറായി സർക്കാർ ചെയ്തു വച്ചേക്കുന്ന ഫെസിലിറ്റി, അതിന് ഒരുപാട് പിണറായി സർക്കാരിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം അത്രമേൽ നല്ല കാര്യമാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. സാധാരണക്കാരന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അതിന് പ്രത്യേക നന്ദി പിണറായി സർക്കാരിന്. അത്രേ ഉള്ളൂ, മറ്റൊന്നും പറയാനില്ല. യാത്രയോട് വലിയ താല്പര്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല, ഈ യാത്ര ആവശ്യം ഉണ്ടായിരുന്നോ തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ ഫണ്ട് വെച്ചാണല്ലോ യാത്ര. അതാത് ജില്ലകളിലും മന്ത്രി വന്നിട്ട് അതാത് ജില്ലയിലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരണാധികാരികളുമായിട്ട് ഒരു ചർച്ച വെക്കുവാണ് നല്ലതായിരുന്നു. ഇത്രയും വലിയ വാഹനം വെച്ചൊരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്നായിരുന്നു, ഞങ്ങൾക്കൊരു 10 മിനിറ്റ് പോലും കാണാൻ പറ്റിയില്ല. വന്നു പോയി. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രചാരണ യാത്രയായിട്ട് തന്നെ പറയാം. അത് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നമ്മൾക്കിപ്പം ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളി ഇത്രയും വലിയൊരു യാത്ര നടത്തിയത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഇല്ല, ആ പരാതികളൊന്നും പരിഹരിക്കപ്പെടണമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഒരു 2 വർഷം, രണ്ടാം ഭരണം കയറിയപ്പോൾ 2 വർഷമായപ്പോഴൊക്കെ ചെയ്യുകയായിരുന്നു കറക്റ്റായിരുന്നു. അതിലൊരു കാരണം ഉണ്ടായി. ഇതിപ്പോൾ അവസാന നിമിഷം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അതൊരു പ്രചരണ യാത്രയായിട്ട് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അല്ല, വെറും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര സിൻസിയറായിട്ടുള്ള, വെറുതെ അതിൽ പല പരാതികളും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, വെറുതെ വാങ്ങിച്ചിരുന്നു. അപ്പം ഈ ഒരു 12 ദിവസം നടന്ന യാത്ര വെറും പ്രഹസനമായിരുന്നു എന്നായിരുന്നു. അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അതിനെക്കാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്ന് ചെയ്താൽ പോരെ. എന്തിനാ അവിടെ ഇവിടെയൊക്കെ ഓടി കിടക്കണം? പരാതികൾ എത്രയോ ആയിരക്കണക്കിന് പരാതികളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ആർപ്പാടത്തിനൊരു കുറവുമില്ല. ചുമ്മാ ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കണമുണ്ട്. നല്ല പരിപാടിയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് മന്ത്രിസഭ. ഇത്രയേ ഉള്ളൂ. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ല, പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും പോയിട്ടില്ല, അതിനൊന്നും പോയിട്ടില്ല. എങ്കിലും പരിപാടിയെക്കുറിച്ച് നല്ല പരിപാടിയായിരുന്നു. ഇത് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു ഇതാണിത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഈ ഒരു യാത്ര കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ സർക്കാർ ഇത്രയും ഒരു 12 ദിവസത്തോളം യാത്ര ചെയ്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരാതികളും സംഭവങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം താങ്കൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും അപേക്ഷയോ? ഇല്ല, ഞാൻ അപേക്ഷ ഒന്നും കൊടുത്തിരുന്നില്ല. ഞാൻ പേപ്പറിൽ കൂടെയും ന്യൂസിൽ കൂടെയും ഇതിൽ നിന്നും പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് എൻ്റേതായ ഒരു സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നത്. നമ്മുടെ നാടിൽ നിന്ന് നമ്മൾ വോട്ട് കൊടുത്ത് ഓരോരുത്തരെ വിജയിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇവരൊന്നും ചെയ്യുന്നില്ല. കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ചെയ്യുന്നില്ല. കണ്ണടച്ച് വിടുകയാണ്. അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മളൊരു വോട്ട് സമ്മതിദാനം കൊടുക്കുന്നത് എന്താണ്? അവർ ജയിച്ചിട്ട് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പം തന്നെ നമ്മൾ ടി വി തന്നെ എന്തോരം കാണാറുണ്ട്. പാവപ്പെട്ട ഓരോ മനുഷ്യരുടെ ജീവിതങ്ങൾ. ഈ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന എന്തോരം കുടുംബങ്ങളുണ്ട്. അവർക്കൊരു 5 മാസം 6 മാസം കിട്ടേണ്ട പെൻഷൻ 1 മാസമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പെൻഷൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പാവങ്ങളുണ്ട്. കാല് വയ്യാത്തയും പല ക്യാൻസർ രോഗികളായാലും പലതും. പക്ഷെ അതൊക്കെ നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. എന്താ എനിക്ക് പറയാനുള്ളൂ? എനിക്ക് ആരുടെ ദേഷ്യമില്ല, വിരോധമില്ല. അറിഞ്ഞു കണ്ട് പെരുമാറുക, അറിഞ്ഞു കണ്ട് ചെയ്യുക, അതാണ് ഏറ്റവും ഉത്തമം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒന്നും പറയാൻ താല്പര്യമില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. പൊളിറ്റിക്കലി ഇല്ല. ഐ എം നോട്ട് വെരി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ഇടയില്ല. ഇങ്ങനെ പോകുന്ന വരുന്നെന്ന് അറിയാല്ലാണ്ട് എന്തിനകത്ത് നടത്തുന്നതെന്ന് പോലും എനിക്കറിയില്ല. കുറേ പൈസ ചിലവാക്കി തന്നെ.
ഇത് തന്നെ ഉള്ളൂ. ഒരു കാര്യമില്ല. പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. യാതൊരു രീതിയിലുള്ള പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. വെറുതെ കുറെ ആൾക്കാർ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും. വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല. സർക്കാർ ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പരാതികളൊക്കെ ഞാൻ ഇറക്കക്കാരനാണ്, അവിടെയൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ പരാതി ആൾക്കാർ കൊടുക്കാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു, എല്ലാവരും നല്ല സഹകരണം ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ യാത്ര നടത്തിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് യാതൊരു ഗുണം കിട്ടിയിട്ടില്ല. പിന്നെ ഇത്രയും വലിയ വണ്ടിയെടുത്ത് പോയിട്ടും കാര്യമില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് പാർട്ടി സംബന്ധമായിട്ട് ചിലപ്പോൾ അത് അവർക്ക് നല്ലതായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് അതൊരു നേട്ടമുള്ളതായിട്ട് എനിക്ക് അറിവ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു യാത്ര കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല, ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ കുറേ പരാതികൾ സ്വീകരിച്ചിട്ടുണ്ട്, അത് 40 നിമിഷം ശരിയാക്കാമെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പിന്നീട് നമുക്കറിയാം. വിജയിക്കുന്നു ഞാൻ പറയണം. ജയിക്കുമെന്ന്. ഓക്കെ. അപ്പം അങ്ങനെ പരിചയമുള്ളവർ വല്ലതും ഉണ്ടോ നമ്മുടെ വിജയിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്ന പരിഹാരം കിട്ടി എന്ന്? അല്ല, അങ്ങനെ പരിചയമില്ല. എനിക്കിപ്പോൾ എറണാകുളത്ത് അധികം പരിചയമില്ല ആൾക്കാരായിട്ട്. അങ്ങനെ പക്ഷെ പബ്ലിക്കിനൊന്നും തീരെ താല്പര്യമില്ല ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനായിട്ടോ. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും സംസാരിച്ചത്. അവർക്കാർക്കും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു താല്പര്യമില്ലായ്മയാണ്. സാഗ TV ക്ക് വേണ്ടി സജോ.